ഹലോ നമസ്കാരം. ഇറ്റ്സ് മീ ബേസിൽ മാത്യു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നെല്ലിപ്പോട്ട്. ഇന്നത്തെ നെല്ലിപ്പോട്ടിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഷാർജയിലുള്ള ജുബൈൽ മാർക്കറ്റിലേക്കാണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗോൾഡ് സൂക്ക്. നമ്മൾ മുന്നത്തെ വീഡിയോയിലെല്ലാം കണ്ടതുപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുകയും ചെയ്യും. പോകുന്ന വഴിയിൽ നമുക്കിതുപോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് പൂക്കളും കളിക്കുന്ന കുട്ടികളെയും എല്ലാം കാണാൻ പറ്റും. അതുപോലെ ഇത് ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ ഈ ഫാമിലീസൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഫാമിലി ആയിട്ട് അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ വന്നിരിക്കുന്ന കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതായിരിക്കുന്ന കുട്ടികളും അതുപോലെ ഫാമിലീസും ഒക്കെ അവർ വൈകുന്നേരങ്ങൾ അവരുടെ ജോലിക്ക് ശേഷമുള്ള വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന പാർക്കിംഗ് സെക്ടേഴ്സ് കണ്ടോ, ഇത് UAE നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്ലോട്ടുകൾ. അവിടെ നമുക്ക് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ചെറിയൊരു ചാർജോട് കൂടി. അപ്പോൾ നമുക്ക് ഈ റോഡിൽ കയറിയുള്ള പാർക്കിങ്ങും അനാവശ്യമായിട്ടുള്ള പാർക്കിങ്ങുകളും ഒക്കെ ഒഴിവാക്കി, എന്നാൽ അത് ഗവൺമെൻറ്റിന് ഒരു വരുമാനം, ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വരുമാനമായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിതാ ദൂരെ കാണുന്നതാണ് ജുബൈൽ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. തൊട്ടടുത്ത വിഷ്വൽസിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാത്. അതാണ് ജുബൈൽ ബസ് സ്റ്റേഷൻ. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ് ജുബൈൽ മാർക്കറ്റ്. കണ്ടാൽ മാർക്കറ്റായിട്ടൊന്നും തോന്നില്ല അല്ലേ? ഇങ്ങനെയല്ല ഒരു മാർക്കറ്റ് അല്ലേ, ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആയിട്ടേ തോന്നുള്ളൂ. പക്ഷേ നമ്മുടെ ജുബൈൽ മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത്. കണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർക്കിംഗ് സ്ലോട്ടുകളും അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ബസ് സ്റ്റേഷൻ നമുക്കിപ്പോൾ കാണാം. ഇനി നമ്മൾ ജുബൈൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മാർക്കറ്റിലെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് സെക്ഷൻ. കണ്ടല്ലോ, ഓരോ സ്റ്റോറുകൾക്കും അതിൻ്റേതായ പേര് അവരുടെ ഫ്രണ്ടിൽ അവർ എഴുതി തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു തരാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു വ്യക്തമായിട്ട് അവരുടെ അടുത്ത് ചെന്ന് നമ്മുടെ ആവശ്യം പറഞ്ഞ് നമുക്ക് വില പേശി നമുക്ക് പറ്റുന്ന ഒരു രീതിയിൽ നല്ല സാധനങ്ങൾ, നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ, എത്ര വൃത്തിയായിട്ടാണല്ലേ അവരത് കീപ്പ് ചെയ്യുന്നത്. ആ ലൊക്കേഷനൊക്കെ ഇതൊരു മാർക്കറ്റായിട്ട് തന്നെ തോന്നുന്നില്ല അല്ലേ? എത്രയോ ഭംഗിയായിട്ടാണ് അവരത് കീപ്പ് ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു തരാനായിട്ട് ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും കാണാം. അവിടെ ഒരാൾ നടക്കുന്നത് കണ്ടോ, മീൻ തപ്പിയിട്ടുള്ള നടപ്പാണ്. ഫിഷ് മാർക്കറ്റ് എവിടെയാണ് തപ്പിയാണ് ആൾ നടക്കുന്നത്. ആൾക്കിപ്പോൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, ആൾക്കിപ്പോൾ ഫിഷാണ് വേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഫിഷ് മാർക്കറ്റ് ഉണ്ടെന്നറിയാം, പക്ഷെ അത് എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് വലിയൊരു പിടി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എവിടെയാണ് തപ്പി നടക്കുകയാണ് ഒരാളവിടെ. അതിനിടയിൽ ചെറിയ ചെറിയ ചില നല്ല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാനും ശ്രമിക്കുന്നു. ഇതൊക്കെ ഇനി ഓപ്പൺ ആകാൻ പോകുന്ന ഷോപ്സാണെന്നാണ് തോന്നുന്നത്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, ഇവിടെ തന്നെ ആ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷന് തൊട്ട് ഇപ്പുറത്തായിട്ട് ചെറിയ ചെറിയ കഫ്റ്റീരിയാസും ഉണ്ട്. TV ഒക്കെ വെച്ചിട്ട് നമുക്ക് ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ചെറിയ കഫ്റ്റീരിയാസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്നും ഞാൻ ഫിഷ് മാർക്കറ്റ് കണ്ടിട്ടില്ല. നമ്മളന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഫ്രണ്ടിൽ വന്നു, അത് മേടിച്ചു, നമ്മൾ പോയി. അപ്പോൾ ഫിഷ് മാർക്കറ്റ് എവിടെയാണെന്ന് ഇപ്പോഴും നമുക്കൊരു ഐഡിയ വന്നിട്ടില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതാണല്ലോ, അന്വേഷിച്ച് നോക്കാം, കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മൾ നടന്ന് ഫൈനലി ഫിഷ് മാർക്കറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. ദാ അവിടെ ഫിഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിഷ് മാർക്കറ്റിൽ എന്താണുള്ളത് നമുക്ക് പോയി നോക്കാം. ഫിഷ് മാർക്കറ്റിൽ എന്തുണ്ടാവാൻ, ഫിഷ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം. സത്യം പറയാലോ, ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വൃത്തിയായിട്ട് എങ്ങനെയാണ് ഒരു മീൻ മാർക്കറ്റ് ഇവർ സൂക്ഷിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സോ അതിന് ഇവർക്ക് 100ൽ 100 മാർക്കും കൊടുത്തേ പറ്റൂ. വളരെ ഭംഗിയായിട്ട് വളരെ നീറ്റായിട്ടാണ് അവർ ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ തൊട്ട് മുന്നേ കണ്ട പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മാർക്കറ്റിൽ നമ്മൾ കണ്ട പോലെ നമുക്ക് അവിടെ ചെന്ന് അവരോട് വില പേശി സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല.
ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ സമ്പ്രദായം എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം കൃത്യമായ പ്രൈസ് ടാഗുകൾ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെല്ലുക, നമുക്ക് ഏതാണോ വേണ്ടത് ചൂസ് ചെയ്യുക. അത് അവരോട് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ തൂക്കം അവർ തൂക്കി അതിൻ്റെ റേറ്റ് എത്രയാണ് നമ്മളോട് പറഞ്ഞ ഒരു ബില്ല് നമ്മുടെ തരും. നമ്മളിപ്പോൾ നിലവിൽ അയിലയാണ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ 1 കിലോ നമ്മൾ അയില സെലക്ട് ചെയ്തു, ആളത് തൂക്കി അതിൻ്റെ പ്രൈസ് ഒരു ബില്ല് നമ്മുടെ തന്നു. ഇനി ആ ബില്ലായിട്ട് നമ്മൾ ഇവിടെ ഈ കാണുന്ന ക്യാഷ്യറിൻ്റെ അടുത്ത് ചെന്നിട്ട് ബില്ല് അവിടെ കൊടുക്കുമ്പോൾ അവർ പേയ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും വേറൊരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റായിട്ട് നമ്മൾ ഈ ഫിഷ് നമുക്ക് തരുന്ന ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾ നമുക്ക് ആ മീൻ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ ഇവിടെ വിലപേശലൊന്നും നടക്കില്ല. അവിടെ വ്യക്തമായ ഒരു റേറ്റ് ഉണ്ട്, അതിന് ആ റേറ്റ് കൊടുക്കുക, സാധനം മേടിക്കുക, വീട്ടിൽ പോവുക. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ പലതരം മീനുകൾ, എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ ഇല്ലാത്ത മീനുകൾ വരെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ എല്ലാ തരം മീനുകളും ഇവിടെയുണ്ട്. ഇവിടെ ഒരു സെക്ഷനിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ മീനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ ഇവിടെ വിഷ്വൽസൊക്കെ എടുത്ത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരാൾ കുറച്ച് മത്തിയും കൂടി മേടിച്ച് കൈക്കലാക്കിയിട്ടുണ്ട്. പഴയതുപോലെ അവിടുന്ന് ബില്ല് വാങ്ങുന്നു, ക്യാഷ്യറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു, ബില്ല് പേ ചെയ്യുന്നു, അവിടെ നിന്ന് റെസിപ്റ്റ് വാങ്ങുന്നു, ആ റെസിപ്റ്റുമായിട്ട് പോയിട്ട് മീൻ കളക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ മീനൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ ഇവിടെ നിന്ന് തന്നെ തരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ തരും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് മീൻ അവിടെ കൊടുക്കുക, ആ റെസിപ്റ്റ് കൊടുക്കുക, അവരത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. അതും ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് ഇവിടെ കാണാം നമ്മൾ കൊടുക്കുന്നത്, അവരെ കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യക്തമായിട്ട് കാണാം. അത് ക്ലീൻ ചെയ്ത് അവർ നമ്മുടെ കയ്യിലേക്ക് തരും. അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മളിനി പോകുന്നത് മീറ്റ് സെക്ഷനിലേക്കാണ്. നമ്മൾ ആദ്യം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ് കണ്ടു, ഫിഷ് മാർക്കറ്റ് കണ്ടു. ഇത് നമ്മൾ പോകുന്നത് മീറ്റ് സെക്ഷനിലേക്കാണ്. നമ്മൾ മുന്നേ കണ്ടതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇവിടെയില്ല. ഇവിടെയും വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടിയാണ് ഇവരിതെല്ലാം സൂക്ഷിക്കുന്നത്. ആൾ നമുക്കൊരു ഹായൊക്കെ തന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് മീറ്റ് സെക്ഷനിലൂടെ ഇവിടുത്തെ കാഴ്ചകളുമായിട്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്തോറും വളരെ വ്യത്യസ്തമായ പല പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരവരുടേതായ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന തൊഴിലാളികളെ നമുക്കിവിടെ കാണാം. ഇറച്ചി കട്ട് ചെയ്യുന്നവരുണ്ട്, അത് വിൽപ്പന ചെയ്യുന്നവരുണ്ട്, അത് പ്രിസർവ് ചെയ്യുന്നവരുണ്ട്, കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായി ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ അവരുടേതായ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക.
അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാക്ക് ചെയ്തിരിക്കുന്ന മീറ്റ്, ചിക്കൻ, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് പാക്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടത് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് അത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്ന മീറ്റ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് തിരിച്ച് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സെക്ഷൻ ആ സെക്ഷനിലേക്ക് കയറിയതിന് ശേഷം വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ ആ മാർക്കറ്റിൻ്റെ എൻട്രൻസ് സെക്ഷനിൽ തന്നെ എത്തി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വൈഫ് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കാണിച്ചു കൊടുത്തിട്ടും ഏറ്റവും ബാക്കിൽ ഇവിടെ ഒരു ഫിഷിംഗ് സെക്ഷനൊക്കെ ഉണ്ട്, ബോട്ടിങ്ങൊക്കെ ഉള്ളൊരു ഏരിയ, അത് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാൽ നമുക്ക് നിങ്ങളെ അതും കൂടി കാണിച്ചു തരാം എന്ന് വെച്ച് ഞാൻ വീണ്ടും അകത്തേക്ക് കയറിയതാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അതാണ് എൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഫിഷിംഗ് ഒക്കെ പോകുന്ന ആൾക്കാർ അവരുടെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഏരിയ, അതുപോലെ തന്നെ ബോട്ടിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബോട്ടിംഗ് സെക്ഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കൂടി നോട്ടീസ് ചെയ്തത്, ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടി ഉണ്ടെന്നുള്ളത്. ആ ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ സൂക്ക്, അതായത് ആ ഗോൾഡ് സൂക്ക് തന്നെയാണ്. നമുക്ക് ഗോൾഡ് സൂക്കിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗോൾഡ് സൂക്കിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ്. സ്വർണ്ണാഭരണങ്ങളുടെയും പെർഫ്യൂമുകളുടെയും അത്തറുകളുടെയും ഒക്കെ വളരെ വിപുലമായ ശേഖരങ്ങളായിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത്.
അങ്ങനെ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒരു ബോർഡ് കണ്ടു, റൈറ്റ് യുവർ ഓൺ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അത് എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു. ഇത് വളരെ വലിയൊരു ഏരിയ ആണ് കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ 2 ബിൽഡിങ്ങുകളായിട്ടാണ് ഇതുള്ളത്. അതിനകത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുകൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇത്രയും നീളത്തിൽ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിപുലമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് ആഭരണങ്ങളും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പെർഫ്യൂം ഷോപ്പിലാണ്. ഒരുപാട് അത്തറും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള ആൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്ന ഒരാളാണെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അയാളുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം, അയാളുടെ ഓരോ പെർഫ്യൂമുകളും അയാൾ എടുത്തിട്ട് ഇതെന്താണ്, ഇത് എവിടെ നിന്ന് വന്നതാണ്, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എത്രമാത്രം ഫേമസ് ആണ് ആളുകൾക്കിടയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നു. വളരെ സ്നേഹമുള്ള രീതിയിൽ, വളരെ സ്നേഹത്തോടെ ആൾ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നു. ഗോൾഡ് സൂക്കിലെ കാഴ്ചകളോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്കിനി പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. നെല്ലിപ്പോട്ട്.